Hello students, myself Alfie Elizabeth Joseph, Assistant Professor Triply Department SNIT Adoor. I will be continuing revision on Module 1 of Flexible AC Transmission System. Module 1 നോക്കുമ്പോൾ mainly അതൊരു പവർ സിസ്റ്റത്തിലെ പവർ ഫ്ലോ ആയിട്ട് ഡീൽ ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് ഡൈനാമിക് പ്രോബ്ലംസ് ഉണ്ട്, അതേപോലെ വോൾട്ടേജ് റെഗുലേഷൻ, റിയാക്റ്റീവ് പവർ ഫ്ലോ കൺട്രോൾ, പിന്നെ കൺട്രോൾ ഓഫ് ഡൈനാമിക് പവർ അൺബാലൻസസ്, power flow control and the constraints of maximum transmission line loading, benefits of packs, transmission line compensation, series, shunt compensation. Flow of power in an AC system. നമുക്കറിയാം AC സിസ്റ്റത്തിൽ ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ട്, ട്രാൻസ്മിഷൻ സിസ്റ്റം ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ ലൈൻസ് ആണ്. അത് ഡിഫറെൻറ്റ് വോൾട്ടേജസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നോർമലി ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ 100 കിലോവാട്ടിനേക്കാൾ ബിലോ ആയിട്ടുള്ള വോൾട്ടേജിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബൾക്ക് പവർ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഹയർ വോൾട്ടേജിലാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് വോൾട്ടേജസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ലൈൻസിനെ ഇൻ്റർകണക്ട് ചെയ്യുന്നത് ട്രാൻസ്ഫോമർ വഴിയാണ്. ആ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഹാസ് ഗോട്ട് ദ ഹയസ്റ്റ് എഫിഷ്യൻസി. ഇപ്പോൾ എ സി ലൈൻസ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഇൻഹറൻ്റ് ആയിട്ട് പവർ ഫ്ലോ കൺട്രോൾ ഉണ്ട്. കാരണം പവർ ഫ്ലോനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് സെൻഡിങ് എൻഡ് അല്ലെങ്കിൽ റിസീവിങ് എൻഡിൻ്റെ പവറാണ്. സോ ഇൻഹറൻ്റ് ആയിട്ട് ദർ ഇസ് എ പവർ ഫ്ലോ കൺട്രോൾ. ഇനി നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഒരു ട്രാൻസ്മിഷൻ ലൈൻ കണക്റ്റിംഗ് എ ജനറേറ്റിംഗ് സ്റ്റേഷൻ ടു എ ലോഡ്. അപ്പോൾ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് പവർ സ്റ്റാർട്ട് ചെയ്യുന്നു. ട്രാൻസ്മിഷൻ ലൈൻ ലോസ്ലെസ് ആണ്. അപ്പോൾ പി ഈക്വൽസ് പി ജി തന്നെയാണ്. സെൻഡിങ് ഇൻ വോൾട്ടേജ് V1 ആംഗിൾ θ1, റിസീവിങ് ഇൻ വോൾട്ടേജ് V2 ആംഗിൾ θ2. അപ്പോൾ നമ്മുടെ പവർ ഫ്ലോയുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം. V1 × V2 by X × സൈൻ ഓഫ് θ1 മൈനസ് θ2. ട്രാൻസ്മിഷൻ ആംഗിളിൻ്റെ ഡിഫറൻസ് ആണ് θ1 മൈനസ് θ2. X എന്ന് പറയുന്നത് സീരീസ് ലൈൻ റിയാക്ടൻസ്. ഇതാണ് ആക്ച്വൽ പവർ ദാറ്റ് ഫ്ലോസ് ബിറ്റ്വീൻ ജനറേറ്റിംഗ് സ്റ്റേഷൻ ആൻഡ് ദ ലോഡ് സെൻറ്റർ provided the transmission line is lossless. So power station inject ചെയ്യുന്ന എത്രയാണ് പവർ, അതാണ് എന്തോരം പവറാണ് ഒരു ലൈനെ കൂടെ ഫ്ലോ ചെയ്യുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ബെസ്റ്റ് ആംഗിൾ θ1 മൈനസ് θ2നെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നോർമലി പവർ ഫ്ലോ ഈക്വൽസ് പവർ ജനറേറ്ററിനോട് ഈക്വൽ ആക്കാൻ നോക്കും. ഇപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ലൈൻസ് ട്രിപ്പായി പോയെങ്കിൽ പവർ സ്റ്റേഷൻ്റെ ഔട്ട്പുട്ടിനെ നമുക്ക് കുറയ്ക്കണം. അതെങ്ങനെ കുറയ്ക്കുന്നത്? ജനറേറ്റേഴ്സിനെ ട്രിപ്പ് ചെയ്യുക. അങ്ങനെ ട്രിപ്പ് ചെയ്തില്ല എങ്കിൽ പവർ കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഒരു രണ്ട് ലൈൻസിൽ ഏതെങ്കിലും ഒന്ന് ട്രിപ്പായിപ്പോയി, അപ്പോൾ മറ്റേ ലൈന് ഓവർലോഡഡ് ആയിപ്പോവും. സോ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ജനറേറ്റേഴ്സിനെ ട്രിപ്പ് ചെയ്ത് നമ്മൾ പവർ സ്റ്റേഷൻ്റെ ഔട്ട്പുട്ടിനെ കുറയ്ക്കണം. നെക്സ്റ്റ് കൺസിഡർ എ ലൈൻ സപ്ലൈങ് പവർ ടു എ ലോഡ്. സോ അവിടെ നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ലോസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. സെൻഡിങ് ഇൻ വോൾട്ടേജ് V1 ആംഗിൾ θ1 ഉം റിസീവിങ് ഇൻ V2 ആംഗിൾ θ2. X എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ലൈൻ റിയാക്ടൻസ്. P ഈസ് ഈക്വൽ ടു PL. ഇപ്പോൾ ഇവിടെ പവർ ട്രാൻസ്ഫർ ഇക്വേഷൻ എഴുതുമ്പം ലൈനിലെ പവർ ഫ്ലോനെ ഡിറ്റർമൈൻ ചെയ്യുന്ന എന്തോ ഒരു ലോഡ് സപ്ലൈ ചെയ്തെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അതേപോലെ ഒരു ലോഡ് ബസ്സിലുള്ള പവർ സപ്ലൈയുടെ റിലയബിലിറ്റിയും നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ബൈ അറേഞ്ചിങ് 2 or more സോഴ്സസ് ഓഫ് പവർ. ഇപ്പോൾ ജനറേറ്റർ G1ൻ്റെ ഔട്ട്പുട്ട് P1 ഉം G2ൻ്റെ ഔട്ട്പുട്ട് P2 ആണ്. ഇനി ഏതെങ്കിലും ഒരു ലൈൻ ട്രിപ്പ് ആയെങ്കിൽ ഇറ്റ് വിൽ റെഡ്യൂസ് ദ അവൈലബിലിറ്റി ഓഫ് പവർ അറ്റ് ദ ലോഡ് ബസ്. ഇപ്പോൾ ലോഡ് ബസ്സിലുള്ള ആ പവറിൻ്റെ അവൈലബിലിറ്റി കുറയും. അപ്പോൾ ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ രണ്ട് പവർ സ്റ്റേഷനെ ഇൻ്റർകണക്ട് ചെയ്യും. അതിനു വേണ്ടി ഒരു ലൈൻ പ്രൊവൈഡ് ചെയ്യും. അപ്പം അങ്ങനെ ഇൻ്റർകണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിൽ ഒരു മെഷ് ക്രിയേറ്റഡ് ആവും. ഈ ഫിഗറിൽ രണ്ട് ജനറേറ്റിംഗ് സ്റ്റേഷൻ ഒരു കോമൺ ലോഡിനെ സപ്ലൈ ചെയ്യുവാണ്. V1 ആംഗിൾ θ1 ഉം V2 ആംഗിൾ θ2 ഉം P1 ഉം P2 ഫ്ലോ ചെയ്യുന്നുണ്ട്. സപ്പോസ് ഏതെങ്കിലും ട്രാൻസ്മിഷൻ ലൈൻ ട്രിപ്പായി പോയെങ്കിൽ ഇവിടെ ലോഡ് കർട്ടെയിൽമെൻറ്റ് ഉണ്ടാകും. സോ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഈ രണ്ട് സിസ്റ്റം തമ്മിലൊരു ഇൻ്റർകണക്ഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു മെഷ് ഫോം ചെയ്യും. സോ അങ്ങനത്തെ കേസിൽ ഏതെങ്കിലും ലൈൻ ട്രിപ്പായി പോയാലും അവിടെ ലോഡ് കർട്ടെയിൽമെൻറ്റ് ഉണ്ടാകുന്നില്ല.
മെഷ് ഫോം ചെയ്യുന്ന 3 ലൈനിൽ കൂടെയുള്ള പവർ ഫ്ലോനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് KVL ഉപയോഗിച്ചാണ്. അപ്പം ഒരു ലൈൻ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ദർ വിൽ ബി ആൻ ഇൻക്രീസ് ഇൻ പവർ ഫ്ലോ ഇൻ ദ ലൈൻ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അൺകൺട്രോൾ AC ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് വിത്ത് ലൂപ്സ് ആണെങ്കിൽ പവർ ഫ്ലോനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് KVL വെച്ചിട്ടാണ്. പവർ ഫ്ലോ ഇൻ അൺകൺട്രോൾഡ് പാരലൽ പാത്ത്. ഇപ്പോൾ 2 സോഴ്സസ് ഉണ്ട്, സിങ്ക്രോണസ് മെഷീനോട്, ഈച്ച് സപ്ലൈ ഇറ്റ്സ് ഓൺ ലോഡ്. ഇപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ പോയിന്റ് എയും സെക്കൻഡ് വൺ ബി ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ലെറ്റ് ദ പൊട്ടൻഷ്യൽ ഓഫ് എ ബി ഹയർ ദാൻ ബി. സോ പവർ ഫ്ലോസ് ഫ്രം എ ടു ബി. അപ്പോൾ നോക്കിക്കേ, 2 പാരലൽ പാത്ത്സ് കൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പവറിൻ്റെ ഇക്വേഷൻ കണ്ടു. V1 V2 സൈൻ ഓഫ് Δ1 മൈനസ് Δ2 ബൈ എക്സ് ആണ്. സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് ആണ്. എക്സ് കൂടുമ്പോൾ പവർ ഫ്ലോ കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ 2 പാരലൽ പാത്താണ്. ഒരു പാത്തിൻ്റെ ഇമ്പിഡൻസ് എക്സും രണ്ടാമത്തെ പാത്തിൻ്റെ ഇമ്പിഡൻസ് 2x. അപ്പം നമുക്കറിയാം ഇമ്പിഡൻസ് കുറഞ്ഞുള്ള പാത്തിൽ കൂടെ 2/3 ഓഫ് പവർ ഫ്ലോ ചെയ്തെങ്കിൽ ഇമ്പിഡൻസ് ട്വൈസ് ആയിട്ടുള്ള പാത്തിൽ കൂടെ എത്ര പവർ ഫ്ലോ ചെയ്യും? 1/3 ആണ് ഫ്ലോ ചെയ്യുന്നത്. സോ പവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇമ്പിഡൻസ് ആണ്, അല്ലെ റിയാക്ടൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ. ഇതാണൊരു അൺകൺട്രോൾഡ് പാരലൽ പാത്തിൽ കൂടെ. നോക്കിക്കുക, അപ്പോൾ ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ലോഡിങ് കൂടുകയാണ് ചെയ്യുന്നത്. അൺഈക്വൽ ആയിട്ടാണ് പവർ ഫ്ലോ ചെയ്യുന്നത്. അപ്പം വൺ ട്രാൻസ്മിഷൻ ലൈൻ ഗെറ്റ്സ് ഓവർലോഡ്. Impedance of the line govern the power flow between these 2 points. Upper line impedance x ഉം lower line 2x ആണ്. So 2/3 of the power flow through upper line and 1/3 of power flow through lower line. That is, the power carrying capability is determined by the impedance of the line. Power flow control with FACS devices. നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത അൺകൺട്രോൾഡ് പാരലൽ പാത്താണ്. ഇനി ഇവിടെ നമ്മൾ FACS ഡിവൈസ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ദർ വിൽ ബി സം കൺട്രോൾ. ഇപ്പോൾ ഫസ്റ്റ് ഫിഗർ നോക്കിക്കേ, 2 സിങ്ക്രോണസ് മെഷീന് 2 ട്രാൻസ്മിഷൻ ലൈൻ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും സെക്കൻഡ് ട്രാൻസ്മിഷൻ ലൈനിൽ ഒരു വേരിയബിൾ ഇമ്പിഡൻസ് റെഗുലേറ്റർ വെച്ചിട്ടുണ്ട്. സോ അവിടെ നിന്ന് വെച്ചാൽ ആ സെക്കൻഡ് ട്രാൻസ്മിഷൻ ലൈനിൽ കൂടെ ഡിസൈഡ് ആയിട്ടുള്ള പവർ ഫ്ലോ ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ ഒരു ട്രാൻസ്മിഷൻ ലൈനിലെ പവർ ഫ്ലോനെ കൺട്രോൾ ചെയ്താൽ ഒബിയസ്ലി അതർ ട്രാൻസ്മിഷൻ ലൈനിൽ കൂടെയുള്ള പവർ ഫ്ലോനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമതായിട്ട് വേരിയബിൾ ഇമ്പിഡൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു റെഗുലേറ്റർ വെച്ചു. അപ്പോൾ പവർ ഫ്ലോ ഡിസൈഡ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തു. രണ്ടാമത്തെ ഫിഗറിൽ നമുക്കറിയാം പവർ ഒന്നെങ്കിൽ എക്സ് വേരി ചെയ്യാം, അല്ലെങ്കിൽ വോൾട്ടേജ് വേരി ചെയ്യാം, അല്ലെങ്കിൽ ആംഗിൾ വേരി ചെയ്ത് കൺട്രോൾ ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ കേസ് നോക്കുക, അവിടെ ഒരു വേരിയബിൾ ഫേസ് ആംഗിൾ റെഗുലേറ്റർ ആണ് ഉപയോഗിച്ചേക്കുന്നത് സെക്കൻഡ് ട്രാൻസ്മിഷൻ ലൈൻ. അപ്പോൾ അവിടെയും സെക്കൻഡ് ട്രാൻസ്മിഷൻ ലൈനിലെ പവർ ഫ്ലോനെ ഡിസൈഡ് ആയിട്ട് മാറ്റുമ്പോൾ ഒബിയസ്ലി ഫസ്റ്റ് ട്രാൻസ്മിഷൻ ലൈനിലെ പവറും കൺട്രോൾഡ് ആയിട്ട് മാറും. ഇപ്പം നമ്മൾ പറഞ്ഞ തന്നെയാണ് സെക്കൻഡ് ലൈനിൽ കൺട്രോളബിൾ ആണ് യൂസിങ് എ FACS ഡിവൈസ്. അപ്പോൾ അതിന് വേരിയബിൾ ഇമ്പിഡൻസ് ആണുള്ളത്. അപ്പോൾ വേരിയബിൾ ഇമ്പിഡൻസിന് ആ ലൈനിൽ പവർ ഫ്ലോനെ കൺട്രോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൈനിലെ പവറിനെ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ആയിക്കോളും. ഇനി അതേപോലെ തന്നെ പവർ ട്രാൻസ്ഫറിനെ നമുക്ക് പവർ ആംഗിൾ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, വേരിയിങ് പവർ ആംഗിൾ. അപ്പോൾ അങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ പവർ ആംഗിൾ റെഗുലേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. So this works better when the power angle is very low, that is less than 30 degree. By changing the power carried by the second line, by changing the power angle, the power carried by the second line is controlled, and thereby the power controlled by first line is also controlled. Power flow in AC system generalize ചെയ്ത് പറയുവാണെങ്കിൽ ഇലക്ട്രിക്കൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ ഇലക്ട്രിക്കൽ ജനറേഷനും ലോഡും ബാലൻസ് ചെയ്യണം ഓൾ ടൈംസ്, അല്ലെ AC നമുക്ക് ഒരിക്കലും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല ലൈക്ക് ഇൻ DC. അപ്പം ജനറേഷൻ ഷുഡ് ബാലൻസ് ലോഡ് അറ്റ് ഓൾ ടൈംസ്. ബട്ട് ടു സം എക്സ്റ്റെൻറ്റ് നമുക്ക് പറയാം ഇലക്ട്രിക്കൽ സിസ്റ്റം സെൽഫ് റെഗുലേറ്റിംഗ് ആണ്. ലോഡിനനുസരിച്ച് ജനറേറ്റ് ചെയ്യാം, അല്ല അതനുസരിച്ച് വേരി ചെയ്യും, കൺട്രോൾഡ് ആണ്. പക്ഷേ സംടൈംസ് ഇഫ് ജനറേഷൻ ഈസ് ലെസ് ദാൻ ലോഡിനേക്കാളും കുറവാണ് ജനറേഷൻ എങ്കിൽ അപ്പോഴെന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ വോൾട്ടേജും ഫ്രീക്വൻസിയും കുറയും, അതുവഴി ലോഡും കുറയും. ലോഡ് എന്തിനോട് ഈക്വൽ ആണ്? ജനറേഷൻ മൈനസ് ട്രാൻസ്മിഷൻ ലോസസിനോട് ഈക്വൽ ആണ്. So however, there is only a few % margin for such a self-regulation. കുറച്ച് ഒരു പർട്ടിക്കുലർ മാർജിൻ വരെ, ഒരു ലിമിറ്റ് വരെ ഇതിങ്ങനെ പോസിബിൾ ആകത്തുള്ളൂ.
Why control of power flow in AC transmission line is required? എന്തുകൊണ്ട് AC transmission ലൈനിൽ നമുക്ക് പവർ ഫ്ലോനെ കൺട്രോൾ ചെയ്യാം? സോ കൺട്രോൾ ചെയ്യുന്ന വഴി നമുക്ക് പവർ ട്രാൻസ്ഫർ കപ്പാസിറ്റി കൂട്ടാം. അതേപോലെ തന്നെ ഡൈനാമിക് കണ്ടീഷൻ, അതായത് എന്തെങ്കിലും ലോഡിൽ ഇൻക്രീസ് വന്നു, അല്ലെങ്കിൽ ലൈൻ ട്രിപ്പായി പോയി, അല്ലെങ്കിൽ ജനറേറ്റർ ഔട്ടേജ് ആയി, ഇങ്ങനത്തെ ഡൈനാമിക് കണ്ടീഷൻസിൽ പവർ ഫ്ലോനെ ചേഞ്ച് ചെയ്യും. എന്തിനാ ചേഞ്ച് ചെയ്യുന്നത്? ടു എൻഷുർ സിസ്റ്റം സ്റ്റെബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി. അപ്പോൾ പവർ ട്രാൻസ്ഫർ കപ്പാസിറ്റി കൂട്ടാനും അതേപോലെ അണ്ടർ ഡൈനാമിക് കണ്ടീഷൻസിൽ സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റിയും സ്റ്റെബിലിറ്റിയും എൻഷുർ ചെയ്യാൻ വേണ്ടി power flow in an AC transmission line must be controlled. നമുക്കറിയാം മാക്സിമം പവർ ട്രാൻസ്മിറ്റഡിൻ്റെ ഇക്വേഷൻ V1 V2 by X into sin of delta max ആണ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റെബിലിറ്റി മാർജിൻ ആൻഡ് ദ സ്റ്റിഫ്നെസ് ഓഫ് ടെർമിനൽ ബസസ് ടു വിച്ച് ലൈൻ ഈസ് കണക്റ്റഡ്. ഇപ്പോൾ ഒരു ലിമിറ്റിനെ എക്സീഡ് ചെയ്യുന്ന ലൈൻ ലെങ്ത്തിലാണെങ്കിൽ പി മാക്സ് എന്ന് പറഞ്ഞാൽ തെർമൽ ലിമിറ്റിനേക്കാളും കുറവായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ പവർ കറന്റ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ കണ്ടക്ടേഴ്സ്. ദാറ്റ് ഈസ് ഫോർ ലൈൻ ലെങ്ത്സ് എക്സീഡിങ് എ ലിമിറ്റ് പി മാക്സ് ഈസ് ലെസ് ദാൻ തെർമൽ ലിമിറ്റ് ഓൺ ദ പവർ ട്രാൻസ്ഫർ ഡിറ്റർമൈൻഡ് ബൈ ദ കറന്റ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ കണ്ടക്ടേഴ്സ്. ഇപ്പോൾ ലൈൻ ലെങ്ത് കൂടുന്ന അനുസരിച്ച് എക്സ് കൂടും. അപ്പോൾ പവർ എങ്ങനെ ചെയ്യും? പവർ കുറഞ്ഞ് വരും. ഈ ഡയഗ്രം നോക്കുന്ന നമുക്ക് കാണാം ഇറ്റ് ഇസ് പവർ ട്രാൻസ്ഫർ കപ്പാസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ലൈൻ ലെങ്ത് ഇസ് ഗിവൻ. ഇപ്പോൾ ലൈൻ ലെങ്ത് അതിൻ്റെ തെർമൽ ലിമിറ്റ് വരെ ലൈൻ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. അണ്ടിൽ തെർമൽ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത്? ലൈൻ ലെങ്ത് കൂടുന്ന അനുസരിച്ച് പവർ മാക്സിമം പവർ കുറഞ്ഞ് വരുവാണ്. കാരണം എന്താ? എക്സ് കൂടുവാണ്. എക്സ് കൂടുമ്പോൾ പി എന്ത് ചെയ്യും? കുറവാണ്. സോ ഇതാണ് പി മാക്സസ് വേഴ്സസ് ലൈൻ ലെങ്ത്. Conclusion. Control of power flow is to enhance power transfer capacity and to change power flow under dynamic conditions to ensure system stability and security. As the line length increases, impedance decreases in a linear fashion and Pmax reduces. So this was a university question: how power flow in an interconnected AC system can be controlled. We will continue revision on module 1 in the next session. Thank you.